ഇറാനുമായി വാണിജ്യബന്ധമുള്ള രാജ്യങ്ങൾക്ക് മേൽ 25% തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യക്കും ഇപ്പോൾ തലവേദനയാവുകയാണ്. നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ശിക്ഷയായി 50% തീരുവയാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. പുറമെയാണ് പുതിയ ഭീഷണി. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ് എങ്കിലും ഇന്ത്യയും ഇറാനുമായി വാണിജ്യബന്ധം സൂക്ഷിക്കുന്നുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇറാനുമായി ബന്ധമുണ്ട്. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ കണക്കനുസരിച്ച് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഇറാനിലേക്ക് $1.24 ബില്യൺ സാധനങ്ങൾ കയറ്റുമതി ചെയ്തു. $0.44 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതിയും ചെയ്തു. അത് മൊത്തം വ്യാപാരം $1.68 ബില്യൺ ആണ്. അതായത് ഏകദേശം 14,000 മുതൽ 15,000 കോടി രൂപ വരെ ഇറാനുമായുള്ള വാണിജ്യബന്ധം ഇന്ത്യക്കുണ്ട്. ട്രേഡിംഗ് ഇക്കണോമിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഇവയിൽ ഏറ്റവും വലിയ പങ്ക് $512.92 മില്യൺ വിലമതിക്കുന്ന ജൈവ രാസവസ്തുക്കളുടെ വ്യാപാരമാണ്. പഴങ്ങൾ, പരിപ്പ്, സ്വിസ് പഴങ്ങളുടെ തൊലികൾ, തണ്ണിമത്തൻ എന്നിവയാണ് മറ്റ് ഉൽപ്പന്നങ്ങൾ. ധാതു ഇന്ധനങ്ങൾ, എണ്ണകൾ തുടങ്ങിയവയും ഉൾപ്പെടുന്നുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇതിനകം 50% വരെ ഉയർന്ന തീരുവ ചുമത്തിയിട്ടുണ്ട്. ഇറാൻ താരിഫ് കൂടി അമേരിക്ക നടപ്പാക്കിയാൽ ഇന്ത്യക്ക് മേൽ 75% തീരുവയാകും. ഇത് ഇന്ത്യ-US ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാമെന്ന വിവരമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും താരിഫ് ഇളവ് നൽകുന്ന ഒരു കരാറിന് അന്തിമ രൂപം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. അധിക തീരുവ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുകയാണ്. ഇറാനിൽ സൈനിക നടപടിക്ക് മടിക്കില്ല എന്ന പ്രതികരണത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. അതേസമയം അമേരിക്കയുമായി യുദ്ധത്തിന് പോലും തയ്യാറാണെങ്കിലും ചർച്ചകൾക്കും സന്നദ്ധമാണ് എന്നാണ് ഇറാന്റെ നിലപാട്. പരസ്പര ബഹുമാനത്തോടെയാകണം ചർച്ചകളെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. സൈനിക നടപടി ആലോചിക്കുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവനയോടെയാണ് ഇറാന്റെ ഇങ്ങനെയൊരു പ്രതികരണം വന്നിരിക്കുന്നത്. ട്രംപിന്റെ പ്രസ്താവനകൾ പ്രക്ഷോഭകാരികൾക്ക് പ്രോത്സാഹനമാകുന്നു എന്നാണ് ആരോപണം. ഇതിനിടെ ഇറാനിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അനുസ്മരിച്ച് ദേശീയ ദുഃഖാചരണം നടത്തുമെന്നും ഇറാൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ സേനയിലെ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം രാജ്യത്തെ പ്രക്ഷോഭങ്ങളെ തുടർന്നുള്ള സമ്മർദ്ദം മറികടക്കാൻ ഇറാനിൽ നീക്കങ്ങൾ സജീവമാണ്. തലസ്ഥാനമായ ടെഹ്റാനിൽ വൻ ഭരണകൂട അനുകൂല റാലി നടന്നു. റാലിയിൽ 10 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഷാ വംശത്തിലെ അനന്തരാവകാശിക്കെതിരെയും മുദ്രാവാക്യങ്ങൾ റാലിയിൽ ഉയർന്നു. ടെഹ്റാനിലുടനീളം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാന കേന്ദ്രങ്ങളിലും പ്രദേശങ്ങളിലുമായി പോലീസ് പെട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാനിലെ പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലണ്ടനിലെ ഇറാൻ എംബസിക്ക് പുറത്ത് പ്രതിഷേധം നടന്നിരുന്നു. ലണ്ടനിലെ ഇറാനിയൻ എംബസിക്ക് പുറത്ത് സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഇറാനിയൻ പതാകകളുടെ ചിത്രങ്ങൾ കത്തിക്കുകയും ചെയ്തിരുന്നു.